വെൽക്കം ടു ജിം ഫുഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചില്ലി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലീഫ് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഗാർലിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആവണം. നമ്മുടെ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അതിന് ശേഷം നമ്മൾ അതെടുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ നമ്മൾ ബീഫ് വേവിച്ച് തട്ട് വെച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിട്ട് വേവിച്ച ചിക്കൻ നമ്മുടെ ഇതിലോട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് ഇതിലോട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച ചിക്കനാണ് അതിനകത്തേക്കിൻ്റെ പറയുകയാണ്. വേവിച്ച ചിക്കനാണ് നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ഇടേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. അതിലോട്ട് ഇനി 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതൊന്ന് നല്ലോണം ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. 3 അല്ലെങ്കിൽ 2 സ്പൂൺ നിങ്ങളുടെ ഇതിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അത്രയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇതിനെ ഇളക്കി മിക്സാക്കി എടുക്കും. നല്ലപോലെ ഒരു മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനമൊക്കെ പറഞ്ഞാൽ നല്ലപോലെ മിക്സാക്കി തരണം കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കുക. നല്ല നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എരിവ് വേണ്ടാത്തവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ എരിവ് വേണ്ടവർക്ക് കുറേ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. ക്രഷ് ചില്ലി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സോൾട്ടാണ്. കുറച്ച് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. സോൾട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി അതിലോട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടുത്തതായി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് അഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നമ്മുടെ നേരത്തെ കോരി മാറ്റി വെച്ച നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ഇളക്കുന്നുണ്ട്. നമ്മുടെ കോഴി മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഇടുന്നത് കായമാണ്. കായം ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കായം ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ചില്ലി പൗഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷനാണ്. നിങ്ങൾക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചില്ലി പൗഡർ കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി ഒരു ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഏകദേശം അടിപൊളി ഒരു ബീഫ് ആയിട്ടുണ്ട്. ബീഫ് പിക്കിൾ പോലെ ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലാക്കി വെച്ച് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് പിക്കിളാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മുടെ ഒരു ബീഫ് പിക്കിൾ ഇനി ചൂടാറിന് ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ വെച്ച് ഇട്ടുകൊണ്ട് ചീത്താവില്ല. അതുകൊണ്ട് 1-2 മാസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ
അപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ ശേഷം നമുക്ക് കുപ്പിയിൽ വെക്കാം കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയിലും ഉണ്ടാകും. 2 ദിവസം കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റാ.